നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ജെൻസി ഡാൻസ് കേൾക്കാറുണ്ട്. പക്ഷെ അതിലേക്ക് ഒരു വർഷമായി ഇടിച്ചു കയറി വന്നൊരു വേർഡാണ് തന്ത വൈബ് എന്നുള്ളത്. നമ്മളെ സാഫ് ബോയ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ശരിക്കും ഒരു മനുഷ്യൻ തന്ത വൈബ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ മുമ്പൊക്കെ നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു സംഭവം എന്താ വെച്ചാൽ, നമ്മൾ വൈകുന്നേരങ്ങളിൽ ടൗണിൽ എവിടെയെങ്കിലും സ്ഥിരമായിട്ട് ഇരിക്കുന്ന സ്പോട്ട് ഉണ്ടാവും. അപ്പോൾ സ്പോണ്ടേനിയസ് ഏതെങ്കിലും സുഹൃത്ത് പറയും നമുക്ക് ഊട്ടി പോയിട്ട് ചായ കുടിച്ചാലോ എന്നല്ലേ. അപ്പോൾ മുന്നേ നോക്കാതെ എല്ലാവരും കൂടെ എന്ത് ചെയ്യും, വണ്ടി എടുത്തിട്ട് ഊട്ടിലോട്ട് പോകുന്ന വഴിക്കാർക്കും വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് പറയുന്നത് നമ്മളിങ്ങനെ പോവുകയാണ്, രാവിലെ വരുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ. ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അടുത്ത ദിവസം ചെയ്യാനായിട്ടുള്ള ഷെഡ്യൂൾഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമ്മുടെ പ്രയോറിറ്റീസ് മാറും. നമ്മുടെ ജീവിതത്തിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളുണ്ടാവും, ഫാമിലി, കല്യാണം കഴിഞ്ഞ് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും, ഇങ്ങനത്തെ ഓരോരോ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഫ്രണ്ട് പറയുകയാണ്, നമ്മൾ ഓക്കെ പഴയ പോലെ പണ്ടൊക്കെ നിനക്കുള്ള വൈബായിരുന്നു, ഒരു ചായ കുടിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ നോക്കാതെ മുന്നോട്ട് ഇറങ്ങുന്ന ആളായിരുന്നു. ഇപ്പം എനിക്ക് തന്തവൈ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ടേം യൂസ് ചെയ്യും. അത് ശരിക്കും നമ്മൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ഉദ്ദേശത്തിലോട്ട് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു വേർഡ് മാത്രമാണ്. പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് നമ്മുടെ പക്വത വന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ തന്തവൈബ് എന്നായിരിക്കില്ല, ജെൻസി കഴിഞ്ഞ് അടുത്ത ജനറേഷനിൽ വരുമ്പോൾ ഒരു പുതിയൊരു വേർഡായിരിക്കും അതിന് വരുന്നുണ്ടാവുക. പക്ഷേ ഈ സംഭവം എല്ലാ സമയത്തും ഉണ്ടാവും, പുതിയ വേർഡിലായിരിക്കും അറിയപ്പെടുക എന്നുള്ളൂ. എക്സാക്ട്ലി.